എടി മരുമോളെ, അയ്യോ അമ്മയുടെ സൗണ്ട് അല്ല കേൾക്കുന്നത്. നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വന്നു അവര്. അമ്മേ സുഖാണോ അമ്മേ? അമ്മ നാളെ വരാമെന്നല്ല പറഞ്ഞത്, ഇന്ന് തന്നെ വന്നല്ലോ. എന്താ അമ്മേ, അമ്മയ്ക്ക് സുഖല്ലേ? എടി ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അമ്മേ, അതുകൊണ്ടൊന്നുമല്ല ഞാൻ ചോദിച്ചത്. അമ്മ ഏത് ബസ്സിലാവുന്നത്? പെട്ടെന്ന് തന്നെ എത്തിയല്ലോ. നീ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കറിയാം. അതേ ബസ്സിൽ തന്നെ തിരിച്ച് അയക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്? അയ്യോ അമ്മ, ഞാൻ എങ്ങനെ ചോദിക്കോ? നിങ്ങൾ എപ്പോഴാ വീട്ടിൽ വരുന്നതെന്ന് ഞാൻ കാത്തോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നാളെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഏട്ടനോട് ഇന്ന് സാധനമൊക്കെ കൊണ്ടുവരാൻ പറയാനിരിക്കുകയായിരുന്നു. ഓ, കുറെ ഓവറായിട്ട് അഭിനയിക്കൊന്നും വേണ്ട കേട്ടോ. അയ്യോ ആരിത്? എന്റെ സുന്ദരി മക്കളോ? ഓ, എന്റെ മക്കൾ ഇങ്ങനെ സുഖാണോ? സുഖായിരിക്കുന്നോ? എടി ലച്ചു, നിനക്ക് സുഖല്ലേ? ലച്ചു, നീ മുമ്പത്തേതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സുന്ദരി ആയിട്ടുണ്ട്. അതെ മുത്തശ്ശി, എനിക്ക് സുഖാണ്, ഞാൻ വളരെ സുഖായിരിക്കുന്നു. അയ്യോ, എന്റെ തക്കുടു ബാബ ഇവിടെ ഉണ്ടായിരുന്നു, മുത്തശ്ശി കണ്ടില്ല മക്കളെ. ഇതെന്താ മക്കളെ, മക്കൾ മെലിഞ്ഞ ആകെ കോലം കെട്ട ഒരു പരിവായിരിക്കുന്നത്. അമ്മ ഒന്നും നിങ്ങൾക്ക് കഴിക്കാൻ തരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, അമ്മ എല്ലാം ഉണ്ടാക്കി തരാറുണ്ട്, കറക്റ്റ് സമയത്ത് തന്നെ ഉണ്ടാക്കി തരാറുണ്ട്. എനിക്കറിയാം മക്കളെ, നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാനിപ്പോ വന്നത്. ഇനി മുത്തശ്ശി വന്നില്ലേ, ഇനി മക്കൾക്ക് വേണ്ടതുപോലത്തെ വേണ്ട സാധനം ഉണ്ടാക്കി തരാട്ടോ. മുത്തശ്ശി, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ മുത്തശ്ശിയോട് വന്ന് പറയാട്ടോ. ശരി മോളെ. എടി ലതേ, ഞാൻ കുറച്ച് കിടക്കട്ടെ, നീ എനിക്ക് വേണ്ടി കുറച്ച് പലഹാരവും ചായയൊക്കെ കൊണ്ടുവന്നേ. ശരി അമ്മേ, ഞാൻ കൊണ്ടുവരാട്ടോ, നിങ്ങൾ കുറച്ചു നേരം കിടന്നോ. ഹോ, അവര് വന്നപ്പം തന്നെ എന്റെ കഷ്ടകാലമൊക്കെ തുടങ്ങിയെന്നാ തോന്നുന്നത്. എന്ത് ഓവറായിട്ടാ അവര് പെരുമാറുന്നത്. ഹോ, ഇനിയിപ്പോൾ അതും പോരാഞ്ഞിട്ട് കാപ്പിയും പലഹാരം വേണത്ര. പലഹാരം കൊണ്ടുവന്നത് പോലെ അവരുടെ വിചാരം. അമ്മേ, ഇതാ അമ്മേ, കോഫി കുടിച്ചോളൂ. ഇതെന്താ കോഫി മാത്രമേ ഉള്ളൂ, പലഹാരമൊന്നുമില്ലേ? പലഹാരമൊക്കെ തീർന്നു പോയമ്മേ, എന്ത് കൊണ്ടുവന്നാലും ഈ പാറും ലച്ചും ഒക്കെ തീർക്കും. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും, എനിക്ക് തരുന്നതിന് വേണ്ടി കള്ളം പറയുന്നതായിരിക്കും. അല്ലമ്മേ, ഇപ്പൊ ഈ കോഫി കുടിക്കേ, ഞാൻ ഏട്ടനോട് പറയാം എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ. നീ എന്നോട് കളവ് പറയാല്ലേ? എനിക്കറിയാടി, നിന്റെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് തീരെ താല്പര്യമില്ല, അതുകൊണ്ടല്ലേ ഉള്ള പഴം പോലും എനിക്ക് തരാതിരുന്നത്. അയ്യോ അമ്മേ, എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ഇത് ഇവര് തന്നെ കഴിച്ചിട്ട് ഇവര് തന്നെ എടുത്തു വെക്കുന്നതാ. ഞാൻ വിചാരിച്ചത് ഇവ ഇത് കഴിച്ചു തീർത്തുന്നാ. എന്റെ മകന് ഏതൊക്കെ ആലോചന വന്നതാ. അവനാണെങ്കിലും ഇത് തന്നെ കെട്ടുന്നുള്ള വാശിയിൽ ഇവിടെ കെട്ടിയതല്ലേ. ഇപ്പൊ എന്തായി, അവൻ തന്നെ അനുഭവിക്കാം. ഇപ്പൊ നീ അമ്മേ ഈ കാര്യമൊക്കെ എടുത്തു പറയുന്നത്? ഞാനാണോ പറഞ്ഞത് ഇയാളെ തന്നെ വേണമെന്ന്? നിങ്ങളല്ലേ എന്റെ അച്ഛന്റെ അടുക്കല് ആലോചനയും കൊണ്ട് വന്നത്, ഇവിടെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ വലിയ ഡയലോഗ് ഒക്കെ അടിക്കുന്നു. എന്താണ് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ മകൻ നിന്നെ പൊന്നു പോലെയല്ല നോക്കുന്നത്. നിനക്ക് വേണ്ടതുപോലുള്ള വേണ്ട വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങി തരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് നോക്ക്. ഇതുപോലുള്ള ഭർത്താവിന് നിനക്ക് വേറെ എവിടെ നിന്നും കിട്ടോ? ഓ പിന്നെ, ഞാനിപ്പോ സ്വർഗത്തിലല്ലേ കഴിയുന്നുള്ളത്. നിങ്ങളുടെ മോനാണെങ്കിൽ എന്നെ പണി എടുപ്പിച്ചിട്ട് കൊല്ലുവാ ഇവിടെ. എപ്പോ നോക്കിയാലും കോഫി കോഫി കോഫി. എന്ത്, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് തീരെ താല്പര്യമല്ലേ? ഞാനിപ്പോ കോഫി ചോദിച്ചത് കൊണ്ടല്ലേ എന്റെ മകന്റെ പേരിട്ട് പറയുന്നത് നീ? ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല, അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പോവാ. ഓ പിന്നെ, ഞാനിവിടെ നിങ്ങളെ പിടിച്ചു വെച്ചേക്കുവല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നീ ആരാടി എന്നോട് ഇറങ്ങി പോകാൻ പറയാൻ? ഇത് എന്റെ മകന്റെ വീടല്ലേ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാനാണോ പോവാൻ പറഞ്ഞത്? നിങ്ങൾ എന്നല്ലേ പോകുന്നു പറയുന്നത്? നീ തന്നെ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. നിക്ക്, എന്റെ മകൻ വരട്ടെ, അവനോട് ഞാൻ പറയാനുണ്ട്. അതെ അതെ, നിങ്ങളെ മകനോട് പറഞ്ഞു കൊടുത്താലേ അവനിപ്പോ പലതും ചെയ്യുവല്ലേ, കാണാം നമുക്ക്. മുത്തശ്ശി, അമ്മ പലതും പറയൂട്ടോ. മുത്തശ്ശി ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ല. ഇല്ല മക്കളെ, ഞാൻ എന്റെ മക്കളെ കാണാൻ വന്നതല്ലേ, ഞാൻ അത്ര പെട്ടെന്ന് ഇറങ്ങി പോവോ? ഇല്ല, അമ്മ പറഞ്ഞോണ്ടിരിക്കട്ടെ. എടി ലച്ചു, മുത്തശ്ശി എപ്പ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? ഇല്ല അമ്മേ, എന്താ കാര്യം? മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടിയിട്ട് എന്നെ ഒരു മാതിരിയാക്കുന്ന മോളെ. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ അസ്വസ്ഥായിട്ടൊന്നും ഇരിക്കുക. എടി അവിടെ നോക്കിയേ, പാറു മൂലക്കിരുന്ന് ഞമ്മ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനിയിപ്പോ ഇത് അങ്ങനെ തന്നെ പറഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. ഒന്നും ഉണ്ടണ്ട, ഉണ്ടാതിരിക്കാം. രണ്ടുപേരും ഞാൻ വരുന്ന സമയത്ത് സംസാരിക്കുന്നത് നിർത്തിയേ. മുത്തശ്ശിയെ പറ്റിയിട്ട് എന്തോ പറഞ്ഞു കൊടുക്കാം. നോക്കട്ടെ, ഇപ്പൊ തന്നെ മുത്തശ്ശിനോട് പറഞ്ഞു കൊടുക്കാം. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മോളെ, എന്താ കാര്യം? മുത്തശ്ശി, ഞാൻ അപ്പുറത്ത് പോകുന്ന സമയത്ത് അമ്മയും ലച്ചും കൂടിയിട്ട് എന്തോ പറയുമായിരുന്നു. എന്നെ കണ്ടപാടെ അവര് പറയുന്നത് നിർത്തി. മുത്തശ്ശിയെ പറ്റി എന്തോ പറഞ്ഞതാ അവര്. അതേ മക്കളെ, മുത്തശ്ശിയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും അവര്. മോളെ, നീ അവരെന്താ പറയുന്നതെന്ന് കേട്ടിട്ട് മുത്തശ്ശിയോട് പറ, മുത്തശ്ശി നിനക്ക് പൈസ തരാട്ടോ. ശരി മുത്തശ്ശി, ഞാൻ പറഞ്ഞു തരാട്ടോ. എടി ലതേ, മക്കളെ, അച്ഛനല്ലേ വന്നത്? മക്കൾക്ക് സുഖല്ലേ? മക്കളെന്താ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് വല്ലാണ്ടായിരിക്കുന്നത്? മക്കൾക്കൊന്നും ഈ ലത ഉണ്ടാക്കി തരുന്നില്ലേ കഴിക്കാൻ വേണ്ടിട്ട്? ഏയ്
ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ. അവള് നന്നായി തന്നെ ഉണ്ടാക്കി തരാറുണ്ട്. ഞാനിപ്പോ കുറച്ചൊന്ന് വണ്ണം കുറക്കാന്നാ വിചാരിക്കുന്നത്. അതിരിക്കട്ടെ, അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്ത് കഴിക്കാനാ മക്കളെ? ഞാൻ നിന്റെ ഭാര്യ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലല്ലേ ഞാൻ കഴിക്കാം. അമ്മേ, അമ്മ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ ഇപ്പല്ലേ അമ്മയ്ക്ക് കോഫിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി തന്നത്. മക്കളെ, നിന്റെ ഭാര്യ എന്നോട് വീട് വിട്ട് വെളിയിലോട്ട് പോകാൻ പറഞ്ഞു മക്കളെ. ഞാനാണോ അമ്മ പറഞ്ഞത്? ഞാനാണോ അങ്ങനെ പറഞ്ഞത്? ലതേ, അമ്മേ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ വരാട്ടോ. ശരി.